ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്ക് അതിലെ പേജ് നമ്പർ 61 ഡിജിറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. After writing numbers from 1 to 100, Dinesh wondered how many times he would have written the digit 7. അതായത് 1 to 100 വരെ എഴുതിയപ്പോൾ ദിനേശിന് എന്ത് തോന്നി? ഇതിനകത്ത് നമ്മൾ എത്ര ടൈംസ് 7 എഴുതി എന്നാണ് ദിനേശിൻ്റെ ഡൗട്ട് തോന്നിയത്. ഓക്കെ, among the numbers 1 to 100, how many times will the digit 7 occur? Among the numbers 1 to 1000, how many times will the digit 7 occur? അതായത് 1 to 100 വരെ എഴുതുമ്പോൾ അതിനകത്ത് എത്ര ടൈംസ് 7 വന്നു? പിന്നെ എന്താണ് 1 to 1000 വരെ എഴുതുമ്പോൾ അതിനകത്ത് എത്ര ടൈംസ് 7 വന്നു? ഇതാണ് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 1 to 100 വരെ എഴുതുമ്പോൾ അതിനകത്ത് എത്ര ടൈംസ് 7 വന്നു എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം കൂട്ടുകാർ എന്ത് ചെയ്യണം? വൺസിൻ്റെ പ്ലേസിൽ 7 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, ദെൻ ടെൻസിൻ്റെ പ്ലേസിൽ 7 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 ഇൻ വൺസ് പ്ലേസ്. ഫസ്റ്റ് വൺ 7, ദെൻ സെക്കൻഡ് വൺ 17, ദെൻ 27, 37, 47, 57, 67, 77, 87, 97. ഇത്രയും നമ്പേഴ്സിൽ വൺസിൻ്റെ പ്ലേസിൽ 7 ആണ്. അപ്പോൾ നമ്മളിവിടെ എത്ര 7 ഉണ്ട്? 1, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇതിനകത്ത് എത്ര ഡിജിറ്റ് ഉണ്ട്? 7 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിലൊരു ഡൗട്ട് തോന്നും, എന്താണ് ഈ 77നകത്ത് 2 7 ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ 2 7 എടുക്കില്ല, ഇതിൽ വൺസിൻ്റെ പ്ലേസിൽ 7 മാത്രമേ എടുക്കാവൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 ഇൻ വൺസ് പ്ലേസ് മാത്രമാണ് നോക്കുന്നത്. ഇത് ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ ആ ടെൻസിൻ്റെ പ്ലേസിൽ നമ്പേഴ്സ് എഴുതുമ്പോൾ ഈ 7 നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വൺസിൻ്റെ പ്ലേസിലുള്ള 7s മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര വന്നു? 10 7s വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? 7s ഇൻ ടെൻസ് പ്ലേസ് അല്ലേ? 7 ഇൻ ടെൻസ് പ്ലേസ്. അപ്പോൾ 7 ഇൻ ടെൻസ് പ്ലേസിൽ ടെൻസിൻ്റെ പ്ലേസിൽ 7 വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഫസ്റ്റ് വൺ 70, ദെൻ 71, 72, 73, 74, 75, 76, 77, 78, 79. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര 7 വന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇതിനകത്തും എത്ര 7 വന്നു? 10 7s ആണുള്ളത്. കാര്യം നമ്മൾ ഇവിടെ 2 7 എടുക്കില്ല, ഇവിടെ നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലുള്ള 7 മാത്രമേ എടുക്കൂ. മേളിലാണെങ്കിൽ നമ്മൾ വൺസിൻ്റെ പ്ലേസിലുള്ള 7 മാത്രമേ എടുക്കൂ. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് വന്നു? ഇവിടെ 10 കിട്ടി, താഴെയും 10 വന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് 7s, ടോട്ടൽ നമ്പർ ഓഫ് 7 ഫ്രം 1 to 100. 1 to 100 വരെ എത്ര 7 ഉണ്ട്? ആദ്യം കിട്ടിയത് നമുക്ക് 10 ആണല്ലോ, രണ്ടാമത് കിട്ടിയതും 10 ആണ്. 10 + 10 നമുക്ക് 20 എന്ന് പറയാം. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര ടൈംസ് 7 വന്നു? 20 ടൈംസ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേത് നമ്പർ ചോദിച്ചാലും കൂട്ടുകാർക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. ആദ്യം വൺസിലെ പ്ലേസിലെ നമ്പേഴ്സ് ചെയ്യുക, ദെൻ ടെൻസിലെ പ്ലേസ്. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ 100ൻ്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് കൂടെ എഴുതുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1 to 1000 വരെയുള്ള നമ്പേഴ്സിൽ എത്ര ടൈംസ് 7 വന്നു നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇനി 1 to 1000 വരെയുള്ള നമ്പേഴ്സിൽ എത്ര 7 ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 1 to 100 വരെ കണ്ടുപിടിച്ച് തൊട്ട് മുന്നേ എത്രയെന്ന് കണ്ടു? 20 എന്ന് കണ്ടു. ദെൻ 101 to 200 അവിടെയും നമുക്ക് എന്തേ വരുള്ളൂ? അവിടെയും 107, 117, 127 അത്രയും എഴുതുക. ദെൻ 170 കഴിഞ്ഞ് 71, 72 ആ നമ്പേഴ്സ് അത്രയും ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്തേ വരുള്ളൂ? അവിടെയും 20 നമ്പേഴ്സേ 7 വരുള്ളൂ. ഓക്കെ, ദെൻ 201 to 300 വരെയും എത്ര വരും? 20. ദെൻ 301 to 400 വരെയും 7 ഉള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ 7ൻ്റെ എണ്ണം എന്ന് പറയുന്നതും 20 ആയിരിക്കും. ദെൻ 401 to 500 അവിടെയും എത്രയേ വരൂ? 20 നമ്പേഴ്സ്. ദെൻ 501 to 600 വരെ എത്ര നമ്പേഴ്സ് വരും? ദെൻ 601 to 700 വരുമ്പോൾ ഇവിടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ 601 to 700 700നകത്ത് കണ്ടോ, ഇവിടെ എക്സ്ട്രാ ഒരു 7 നമുക്ക് ഇപ്പോൾ തന്നെ ഒരു 7 കയറി വന്നു. അപ്പോൾ 601 to 699 വരെ വരുമ്പോൾ, അതായത് 601 to 699 വരെ വരുമ്പോൾ 27 വരും. പിന്നെ നമ്മുടെ ഈ 700ൻ്റെ ഒരു 7 കൂടെ വരുമ്പോൾ അവിടെ ടോട്ടൽ എത്ര 7 വരും? 21 7 എന്ന് കിട്ടും. ഓക്കെ, 101 to 700 വരെ എത്ര
7 വരും, അവിടെ 21 വരും. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് എങ്ങനെ കിട്ടിയത് മനസ്സിലായാലോ? ഇവിടെ 700 നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ഒരു 7 വന്നു, ബാക്കി നമ്പേഴ്സിലൊന്നും ഇവിടെ 7 ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഒരു 7 എക്സ്ട്രാ വന്നു. അതുകൊണ്ട് നമ്മളിവിടെ 21 എന്ന് എഴുതുക. കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നമ്പേഴ്സ് എഴുതി ചെക്ക് ചെയ്ത് നോക്കുക, കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 701 to 800 വരെയുള്ള നമ്പേഴ്സിൽ നമുക്ക് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടേ വരുള്ളൂ. കാര്യം എന്താണ്? ഇവിടെ 700, 701, 702 അവിടെ എല്ലാ 100ന്റെ പ്ലേസിലും 7 ആണ്. ഇവിടെ ഈ നമ്മൾ ഇത്രയും എഴുതിയ നമ്പേഴ്സിൽ 100ന്റെ പ്ലേസിലൊന്നും 7 ഇല്ല. എന്നാൽ 700 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100ന്റെ പ്ലേസിൽ 7 വരും. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ദെൻ 801 to 900 വരെ 20 ആയിരിക്കും. ദെൻ 901 to 1000 വരെയും. നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വന്നത്, അല്ലെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 701 to 800 വരെ എത്ര 7 ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 7 in 100 place. 7 in 100 place. 100ന്റെ പ്ലേസിൽ 7 വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് വരും? അതായത് 700 മുതൽ 799 വരെയും 100ന്റെ പ്ലേസിൽ 7 വരും. 700 മുതൽ 799 വരെയും ഈ 100ന്റെ പ്ലേസിൽ 7 വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് എത്ര നമ്പേഴ്സ് വരും? 700 മുതൽ 799 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 100 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ സർക്കിൾ ചെയ്തിടുക. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി 7 in 10th place. 7 in 10th പ്ലേസിലാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? 10ന്റെ പ്ലേസിൽ 7 വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? 770, 771, 772, 773, 774, then 775, 776, 777, 778, 779 വരെയുള്ള നമ്പേഴ്സിൽ 10ന്റെ പ്ലേസിൽ 7 ആണ്. അപ്പോൾ നമ്മളിതിൽ എല്ലാ 7ഉം ആഡ് ചെയ്യരുത്. നമ്മളിവിടെ 10ലെ 7 മാത്രമേ ആഡ് ചെയ്യാവൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ 10ന്റെ പ്ലേസിൽ 7 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ആഡ് ചെയ്യില്ല. ഈ 100ന്റെ പ്ലേസിലുള്ള 7 നമ്മൾ ഈ മുകളിലത്തെ ആഡ് ചെയ്തു. ദെൻ 10ന്റെ പ്ലേസിലുള്ള നമ്പറും മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ദെൻ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? 7 in 1's place. 7 in 1's place. 1ന്റെ പ്ലേസിൽ 7 വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1ന്റെ പ്ലേസിൽ 7 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 707, 717, 727, 737, 747, 757, 767, 777, 787 and 797. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആണ് 1ന്റെ പ്ലേസിൽ 7 വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ 1ന്റെ 7 മാത്രമേ നോക്കാവൂ. 1ന്റെ പ്ലേസിൽ 7 വരുന്ന നമ്പേഴ്സ് മാത്രമേ നോക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇവിടെയും നമുക്ക് എത്ര 7 കിട്ടി? 10 7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എല്ലാ 7സും നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ 7സ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ അത് ഇങ്ങോട്ട് ഇവിടെ എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് 7 മാത്രം കണ്ടുപിടിച്ചാൽ ഞാൻ ഇവിടോട്ട് എഴുതുവാണേ. ടോട്ടൽ നമ്പർ ഓഫ് 7 ഫ്രം 1 to 1000. 1 to 1000 വരെ എത്ര 7 ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ കിട്ടിയ നമ്പേഴ്സ് ഈ 20 എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ എത്ര 20 വന്നു? 1, 2, 3, 4, 5, 6. ഇത് 21 ആണ്. അപ്പോൾ നമുക്ക് എടുക്കണ്ട. അപ്പോൾ 1, 2, 3, 4, 5, 6. പിന്നെ ഇതാ ഇവിടെ 7, 8 ടൈംസ് 20 വന്നു അല്ലേ? അപ്പോൾ 8 into 20 എത്രയാണ്? 8 into 20. അപ്പോൾ എന്ത് വരും? 0, 160 എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് 20s ടോട്ടൽ 160 ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു 21 ഉണ്ട് അല്ലേ? 21. ദെൻ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു 100. ദെൻ പിന്നെ ഒരു 10 കിട്ടി. പിന്നെ വീണ്ടും ഒരു 10 കിട്ടി. അപ്പോൾ 100ഉം 2 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120. അപ്പോൾ ടോട്ടൽ എത്ര വരും? 301 എന്ന് കിട്ടും. അപ്പോൾ 301 7 ആണ് 1 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സ്. കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കാണുക.
അപ്പോൾ ചാനൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.